ഹലോ ഫുഡീസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഇലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ സ്പ്രൗട്ട്സ് ലീവ്സിൻ്റെ റെസിപ്പി. ഒന്നുമല്ല, നമ്മുടെ ചെറുപയർ ഒന്ന് മുളപ്പിച്ച് ഇതുപോലെ ഇലയായി വന്നു കഴിയുമ്പോൾ നമുക്കിത് കറി വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് തോരൻ വെച്ചൊക്കെ കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിതവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ അരപ്പ് തയ്യാറാക്കി എടുക്കുന്നത് പോലെ ഒരു അരപ്പ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. തേങ്ങ, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില ഇത്രയും ചേർത്ത് ഞാനൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ ഉപയോഗിച്ച് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇത് സ്പ്രൗട്ട്സ് ലീവ്സ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. കുറച്ച് ചെറുപയറെടുത്ത് വെള്ളത്തിലിടുക. തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചേക്കുക. പിറ്റേന്ന് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി, ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി നമുക്കൊരു തുണി ഇട്ടൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും സ്പ്രൗട്ട്സൊക്കെ വന്നു തുടങ്ങും. എന്നിട്ട് ഇടയ്ക്ക് നമുക്കൊന്ന് വെള്ളമൊക്കെ ഒന്ന് തളിച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ ലീവ്സ് ആയിട്ട് വരും. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി ഒന്ന് കൂട്ടണമെങ്കിൽ നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇതിലേക്കൊരു മുട്ടയൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും തയ്യാറാക്കി നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ വീണ്ടും വരുന്നത് വരെ ബായ്.